പറയടാ കൊച്ചു കള്ള, കഴപ്പ് തീർക്കാൻ നടക്കുന്നവനാണോ? പറ. ഫോൺ നമ്പർ എഴുതിയിട്ടാ താഴെ, ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം. കള്ള ഡേഷ് മോളി പർദ്ദ ഡേഷ് ആളുകളെ ചീത്ത വിളിക്കുന്ന വിളിയൊക്കെ പോലീസിനും വേണ്ടേ? നീ ആണാണെന്നുണ്ടെങ്കിൽ പർദ്ദ ഇടണതിന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കടാ കേട്ടോ. ജലാലുദ്ദീൻ മുസ്ലിയാർ എന്ന് എഴുതിയിരിക്കണ്. നീ ഒരൊറ്റ വാപ്പാക്ക ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരാതി കൊടുക്കടാ. ഇവളതാ പർദ്ദ ഇട്ടിരിക്കുന്നു. അത് മാത്രമല്ല എന്ത് തെറി വിളിക്കുന്നു എന്നുള്ളത്. ആദ്യം നിൻ്റെ തെറി അതന്നെ അങ്ങോട്ട് കൊടുക്കുക. എന്തേ ഇവിടെ ഇച്ചൊരു മുസ്ലിയാർന്നിട്ട് വന്നിട്ടുണ്ടല്ലോടാ, ജലാലുദ്ദീൻ മുസ്ലിയാർന്ന്. തന്തയുടെ പേരിൽ വേട നായിൻ്റെ മക്കളെ കേട്ടോ. തന്തട്ട പേരിൽ വന്ന് കൊണക്കടാ, അതാടാ അന്തസ്. സ്വന്തം തന്തയിട്ട പേരിൽ വരാൻ തൻ്റെ ഇടമില്ലാത്ത നായക്കളെ നീയൊക്കെ എന്നെ ഉണ്ടാക്കാനാടാ. അമ്മയുടെ അടിക്കാടുണ്ടല്ലോടാ, അവിടെ പോയി ചെത്തി മിനുക്കിയിട്ട് അവിടെ പോയി ഉണ്ടാക്ക്. ഇവിടെ വന്ന് ഉണ്ടാക്കിയാൽ നടക്കില്ലടാ കേട്ടോ. ജലാലുദ്ദീൻ മുസ്ലിയാറേ, പേര് മാറ്റി വാടാ. അമ്മയുടെ മുലപ്പാൽ ഒരു തരിയെങ്കിലും കുടിച്ച തൻ്റെ ഇടമുണ്ടെങ്കിൽ അത് ചെയ്യടാ കേട്ടാ. കൊച്ചു കള്ള, അവൻ വന്നേക്കൊന്നും ഉണ്ടാക്കാൻ. കഴപ്പ് പ്രതീഷ് കുമാർ, വേറെ പണിയൊന്നുമില്ല. ഇല്ലടോ, വേറെ പണിയൊന്നുമില്ല, ഇതൊക്കെ തന്നെ പണി കേട്ടോ. വേറെ പണിയിലേ പോയി കിടന്നുറങ്ങും. പ്രതീഷ് കുമാർ പോയി കിടന്നുറങ്ങിക്കോളൂ. പ്രതീഷ് കുമാറേ, ഉറക്കം വരുന്നുണ്ടോ പറ. ശ്രീച്ച മോളെ, എന്തുവാ സുമയ്യ ആദിലെ തെറിത്താത്ത വന്നല്ലോ. പിന്നെ ഞാൻ നിൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണല്ലോ വന്നത്. ഈ ചാനൽ നിർത്തിക്കൂടെ റിയാസ്? സൗകര്യമില്ലടാ. ഒന്ന് നമ്പർ താത്ത 1 2 3 4 5 6 7 8 9 10 പോരെ. 10 നമ്പർ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇസ്മയിൽ ലച്ചു ഡേഷ് മോളെ മേലെ മുസ്ലിമായിട്ടാണോടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെന്തുവാടാ, ഞാൻ മുസ്ലിം അയച്ചിട്ട് എനിക്ക് നാവില്ലടാ. പറഞ്ഞ് തുള്ളാനെ സൈലൻ്റായി നിൽക്കും. ആരെ? അസ്സലാമു അലൈക്കും താത്ത, സുഖമാണോ? സെലീന സുഖമാണോ? സുഖം. താത്താക്ക് എത്ര മക്കളുണ്ട്? 3 മക്കൾ. ഇൻസ്റ്റ ഐഡിയോ ഫേസ്ബുക്ക് ഐഡിയോ തരുമോ? ഫേസ്ബുക്ക് ഐ ഡി ശ്രീജാന്ത് തന്നെയാടാ. എടി മോളെ, നിൻ്റെ ഡേഷ് ഒന്ന് പൊക്കി കാണിച്ച് തരുമോ? സൽമാൻ. തൽക്കാലം അമ്മയുടെ പൊക്കി കണ്ട കേട്ടോ. പ്രതീഷ് കുമാർ, വേറെ പണിയൊന്നുമില്ലേ, പോയി കിടന്നുറങ്ങും. പ്രതീഷ് കുമാറെ കമൻറ്റ് മാറ്റി പിടിക്കടാ. ഒരേ കമൻറ്റ് ഇട്ട് എനിക്ക് ദേഷ്യം വരും. ഓക്കെ. ഇതേത് അടുത്ത അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച ഈ മൂർത്തിക്ക് പേര് നരസിംഹം എന്നാണ്. ഇതാക്കാണ് സിദ്ദിഖ്. ഇന്ന് എത്ര വെള്ളം വന്നു? ഒരു ടാങ്ക് തന്നെ വന്നടാ കേട്ടോ. ഒരു ടാങ്ക് തന്നെ വെള്ളം വന്നു. എന്തേ കുഴപ്പമുണ്ടാ? സിദ്ദിഖേ പോടാ. പാപം അവൻ ചോദിക്കുന്നത് വേറൊന്നും ഉണ്ടല്ല കേട്ടോ. ഒന്നും വിചാരിക്കരുത്. അവൻ്റെ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോയ അതേപോലെ തന്നെ ഒന്നില്ലെങ്കിൽ തിരിഞ്ഞ് കിടക്കും, അല്ലെങ്കിൽ പുറത്ത് വന്ന് പായിടും. അവൾ പറയും, എന്തെന്ന് പൊന്നാര ചങ്ങായിയെ, നാട്ടുകാരുടെ അടിച്ചടിച്ചടിച്ച് എനിക്ക് അത്യാവശ്യം വെള്ളം വന്നിക്കണം, ഇനി നിങ്ങളായിട്ട് വേണ്ട. ഇതാണെന്നുണ്ടെങ്കിലോ കൊഴിഞ്ഞാച്ചിട്ടാണ്. അങ്ങനെ ഇവൻ എല്ലാ ലൈവിലും കയറി ചെന്ന് ചോദിക്കും, ഇപ്പം ആരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നെത്ര വെള്ളം വന്നു. കാരണം ഇവൻ്റെ ചിന്ത എന്താണെന്നറിയോ? ഇവൻ്റെ ഭാര്യയുടെ കൊച്ചു കള്ള MDMA കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇത് രണ്ടും ഉപയോഗിക്കാറുണ്ടോ? കമൻ്റ് ഇട്. ഡേഷന്മാരെ പോസ്റ്റാണ്. ജാസിയുടെ ഇത്തയിലടാ. അല്ലടാ, നിൻ്റെ ഇത്തേ. കുഴപ്പമുണ്ടോ? താത്ത സുഖമല്ലേ? സുൽത്താനെ സുഖമാണോ? മക്കളെ മുന്നിൽ ഇങ്ങനെ ചീത്ത പറയില്ലേ ഇത്ത. സുൽത്താൻ എന്ന് പേര് കേൾക്കുമ്പോഴാണ് എനിക്കറിയാവുന്ന ഒരു സുൽത്താനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ന്യൂസ് എവിടെ പോയെന്നറിയില്ല. ഇവളെയൊക്കെ പണി വായിൽ ഡേഷ് വെക്കണം. ആഹാ, നീ നിന്റെ തള്ളയുടെ അങ്ങനെ ചെയ്യണ്ടാ. ഇവൻ അങ്ങനെയാണ്. തള്ളയുടെ അവിടെ പണിയും ചെയ്യും, തൊള്ളയിൽ തള്ളക്കി ക്ഷീണം കൊണ്ടേ ഇവൻ ഇനി അത് കഴിച്ചോട്ടെ വെച്ചിട്ട് തള്ളക്കി അവിടെ വന്നേക്കുന്നത്. തെറി കേൾക്കാൻ നല്ല രസം ആണോ? നാളെ തൊട്ട് നമുക്ക് സാമ്പാറാക്കടാ കേട്ടോ. എടി ഡേഷ് മോളെ, പോടാ. സിദ്ദിഖേ ഉമ്മയോളി ഇവിടെ വാടാ. മലാക്ക്. തെറി കേൾക്കാൻ നല്ല രസം. ഇട്ട ഫർദാനെ പറയിപ്പിക്കാൻ. അങ്ങനെ പറയട്ടടി. താത്ത നല്ല മൂടില്ല. പിന്നെന്തേ ഫോൺ കടിച്ചു തിന്നോ? ഇല്ലടാ. പോലീസിൻ്റെ ഡേഷ് മക്കളെ. ഡേഷിൽ അതൊക്കെ കടിച്ചു സംസാരിക്കും, പല്ലിൽ പോകും. അശ്വിനി, ഇവളെ ഞാൻ ഒന്നും ചെയ്തില്ല. കാർഡ് നന്നാക്കാൻ നോക്കുക. അതൊക്കെ പോടാ. എന്നെ ചിരിപ്പിക്കരുത് കേട്ടോ. ഞാൻ ഈ കമൻറ്റ് വായിക്കുന്നതിൻ്റെ ഇടയിൽ എന്നെ ചിരിപ്പിക്കരുത്. ഓക്കെ.
ഞാനിങ്ങോട്ട് കൊടുക്കും. ആരെങ്കിലും വിളിക്ക് ഇച്ചിരി ശുക്ലം കൊടുക്ക്. അതെന്തുവാടാ, നിൻ്റെ തള്ളക്കാരെങ്കിലും ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ? തുള്ള നല്ല വലിപ്പമുണ്ടാവില്ലേ? പിന്നെന്താടാ, അത്യാവശ്യത്തിനുണ്ട് കേട്ടോ. സുൽത്താൻ താത്താൻ്റെ ചുണ്ടിലൊരു ഉമ്മ. മിൽക്ക് കുടിച്ചു വളർന്ന പിള്ളേരാണ്, അതാണ് അങ്ങനെ പറയുന്ന അശ്വൻ. പിന്നെ വല്ലാത്ത മിൽക്ക് തൻ്റെ ഇടയില്ലാത്ത തള്ളയ്ക്കുന്ന എന്തൊക്കെ ഉണ്ടായത്, അല്ലാതെ എന്താ. പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്നിട്ട് താത്ത കുലുങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ മൊയിലാരി വയളോതും. ഇത്താത്തെ മൂത്ത മക്കളെ ചെറിയ ഡേഷ് നക്കി തരട്ടെ. അലി സായിദ്. അത് വരാം. ഇത്താത്തെ ചെറിയ മക്കളെ ഡേഷ് നക്കി തരട്ടെ. എടാ, നിൻ്റെ പെങ്ങളുടെ ചെറിയ മക്കളല്ലടാ. എൻ്റെയിലും ചെറിയ മക്കളല്ലേ നിൻ്റെ പെങ്ങളുടെ. അങ്ങ് കൊടുക്കട്ടാ കേട്ടോ. അലി സായിദേ, നിൻ്റെ പെങ്ങളുടെ ചെറിയ മക്കളേനെ അങ്ങ് കേട്ടാ. അതാടാ നല്ലത്. അലി സായിദ് 8707 കേട്ടോ. എൻ്റെ മക്കളേനൊക്കെ നീ തൊടാൻ വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ ആ ചുക്കാമണി ഞാൻ എരിഞ്ഞ് വല്ല പട്ടിക്കിട്ട് കൊടുക്കില്ലടാ. പിന്നെ നീയൊക്കെ പറയേണ്ട ആവശ്യമില്ല. കാരണം പെങ്ങളുടെ ആ ചെറിയ എപ്പോഴോ ടേസ്റ്റ് നോക്കിയെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നീ ഇമാതിരി കമൻ്റ് ഇട്ട് എന്നുള്ളത്. യു കണ്ടിന്യൂ. എങ്ങനെയാ ഇടയ്ക്ക് പെങ്ങളേനി പറയടാ സായിദേ, കൊച്ചു കള്ള. ഒന്നും തോന്നരുത്. ഈ സായിദ്, അലി സായിദ് കുറേ അമ്മയിൽ പരീക്ഷണം നടത്തി, കുറേ പെങ്ങളിൽ പരീക്ഷണം നടത്തി, കുറേ അയൽവാസിയിൽ പരീക്ഷണം നടത്തി. അവൻ്റെ ഭാര്യയുടെയിലാണെങ്കിലോ നാട്ടുകാർ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവിടെ നിന്നൊക്കെയും അവൻ വിട്ടിപ്പോൾ പെങ്ങളുടെ മക്കളിൽ പിടിച്ചിരിക്കുക. എന്തുവാട്ടാ കൊച്ചു കള്ള. എനിക്ക് വയ്യ നിൻ്റെ ഒരു കാര്യം. ഓടിപ്പോല്ലേ അതുവരെ റഫീക്ക്. പോടേ നല്ല കമൻ്റ് ഇടറാ. തുടങ്ങിയോ നിൻ്റെ കടി. പിന്നെ നീ വാടാ തീർത്തരാൻ. നിൻ്റെ ലീവ് ഇതിനുള്ള ആളുകളെ കൂട്ടി നിയമപരമായി നേരിട്ടാൽ ലൈവ് നിർത്തി വെക്കേണ്ടി വരും. നീ വെച്ചില്ലെങ്കിൽ നിങ്ങൾ നിയമപരമായി നേരിടടാ. നീ നിയമപരമായി നേരിടടാ. എൻ്റെ ലൈവിൽ വന്ന എത്ര കമൻറ്റുകളുണ്ടോ അത്ര ബാഡ് കമൻറ്റിൻ്റെ പിന്നാലെ നമുക്ക് പോവാടാ. ഞാൻ ഒരു ലൈവും കട്ടാക്കലില്ല കേട്ടോ. സൽമാനെ, നീ അടക്കം എഴുതിയിടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കതിൻ്റെയൊക്കെ പിന്നാലെ പോവാടാ. ഇവിടെ വരുന്നത് സൽമാനാണോ അല്ലേ? സൽമാനെ പോടാ. ഇവിടെ ബാഡ് കമൻറ്റ് എൻ്റെ അക്കൗണ്ടിൽ കയറി എനിക്ക് എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും തെളിവ് ഞാനവിടെ കൊടുത്തിട്ടുണ്ടടാ. എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. ഇതേ വെച്ച് ഞാനെൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വെറുതെ തെറി വിളിക്കല്ലടാ. ഇങ്ങോട്ട് കയറി വന്ന് എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും എൻ്റെ മക്കൾക്കും ഇപ്പോൾ നേരത്തെ ഒരു നായിൻ്റെ മോൻ ഇട്ടത് കണ്ടില്ലടാ എൻ്റെ മക്കളെക്കുറിച്ച്. എന്തുവാടാ ഞാൻ മിണ്ടാണ്ടിരിക്കണോടാ. അതിന് നിന്നെപ്പോലെ തന്തയ്ക്ക് ഊക്കില്ലാതെ ഉണ്ടായതല്ലടാ ഞാൻ. നല്ല അന്തസ് നല്ല നാട്ടലുണ്ടല്ലോ, നല്ല നാട്ടല് ബലത്തോടെ തള്ളേനെ ഊക്കിയിട്ടുണ്ടായതാടാ ഇത് കേട്ടോ. അല്ലാതെ നിൻ്റെ തള്ള അങ്ങോട്ട് കയറി അടിച്ചിട്ടേ നീ ഉണ്ടായതുപോലെ ഇല്ല കേട്ടോ. എൻ്റെ സൽമാനെ കൊട്ടുക്കടാ, നീ ആളെ കൂട്ടടാ. ഏതാളുകളാ വരുന്നുണ്ടെങ്കിലേ ഒരൊറ്റ ദിവസം എൻ്റെ ലൈവ് ഒന്ന് ഞാൻ നിരീക്ഷിച്ച് കഴിഞ്ഞിട്ടേ എന്നിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞോണ്ട് കേട്ടോ. മോനെ കൊട്ടുക്കടാ നീയൊക്കെ കൊണ്ടുപോയിട്ട് കേട്ടാ. നീയൊക്കെ ആക്ഷൻ എടുക്കും. പോലീസ് കൊട്ടുക്കും, മറ്റേലും കൊട്ടുക്കും, അവിടെ കൊടുക്കും, പുറത്ത് കൊടുക്കും പറഞ്ഞാൽ പേടിക്കുന്ന ആളെന്ന് വിചാരിച്ചടാ. ചാനൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വേറെ ചാനൽ മാനം പോയിട്ടുണ്ടെങ്കിലോടാ. മാനം വിട്ട ഒരു കളിയിലിടാ. പിന്നെ നിനക്കൊന്നും അതില്ലാത്ത കാരണം പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ. നീയൊക്കെ നിൻ്റെ തള്ളേനെ കയറി ആരെങ്കിലും പണിതാലും നോക്കിക്കൊണ്ടിരിക്കും. സാരില്ല, എൻ്റെ ഉമ്മാക്ക് ഇത്തിരി സുഖം കിട്ടിക്കോട്ടേ വിചാരിക്കും അല്ലേടാ സൽമാനേ. അങ്ങനെയല്ലേ? പക്ഷെ ഞാൻ അങ്ങനെയല്ലടാ. എൻ്റെ ലോകം എൻ്റെ മക്കളാടാ, എൻ്റെ കുടുംബാടാ, എൻ്റെ തന്തയും തള്ളയാടാ കേട്ടോ. അത് കഴിഞ്ഞാലൂടാ എനിക്ക് വേറെ എന്തും. അവരെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടാണ്ടിരിക്കും കേട്ടാ. കൊണ്ടുകിട്ടാ കൊണ്ടുപോയിട്ട് നീ പരമാവധി ശ്രമിക്കട്ടെ ആളെ കൂട്ടാൻ കേട്ടാ.